ഇതിന് നല്ലൊരു നന്ദി പറയേണ്ടത് ജസ്റ്റിൻ സ്റ്റീഫൻ എന്ന് പറയുന്ന പ്രൊഡ്യൂസറിനാണ്. അദ്ദേഹം ഇതേപോലുള്ള ഒരു ഫാമിലി സബ്ജക്ട് എടുക്കാൻ കാണിച്ച അദ്ദേഹത്തിന്റെ കറേജ്. കാരണം അദ്ദേഹം തന്നെ പലപ്പോഴും പറഞ്ഞു പല സിനിമകളിലും അദ്ദേഹം ഇതിനു മുമ്പേ ചെയ്ത പല സിനിമകളും പെട്ടിക്കകത്താണെന്ന് പറഞ്ഞു. എന്നിട്ടും ഇതേപോലുള്ള റിസ്ക് എടുക്കാൻ അയാൾ തയ്യാറായല്ലോ എന്ന് പറയുന്നത് തന്നെയാണ് അയാള്. കാരണം അയാളുടെ ആ വിശ്വാസമുണ്ട്. കേരളത്തിലെ മലയാളികളുടെ ഫാമിലിയെ അയാൾക്കൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം തെറ്റിക്കാത്ത ഒരു കഥയാണെന്ന് അയാൾ മനസ്സിലാക്കിയോണ്ടാണ് ഇങ്ങനൊരു സിനിമ എടുത്തത്. ഒപ്പം ദിലീപേട്ടനെ ക്രൂശിക്കുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഓരോരാളുടെ പേഴ്സണൽ ലൈഫ് വേറെയാണ്. ഇപ്പൊ എന്റെ ആയിക്കോട്ടെ ആരുടെ ആയിക്കോട്ടെ, അത് അവരുടേതായിട്ട് വിടും. കോടതി ഉണ്ട്, നിയമമുണ്ട്, എല്ലാം ഉണ്ട്. അതിനെ വിടും. സിനിമയായിട്ട് കാണും. ഇതൊരു കലാസൃഷ്ടിയാണ്. അവർക്കും അവരുടെ ജീവനോപാധിയാണ്. അതിൽ വെറുതെ താളം ചവിട്ടാതെ ഇതേപോലുള്ള നല്ല സിനിമ. പിന്നെ സിനിമയിലേക്ക് വരികയാണെങ്കിൽ ക്ലീൻ ചീറ്റ് ഫാമിലി എന്റർടൈനർ. ദ്വയാർത്ഥ പ്രയോഗമില്ലാതെ ദ്വയാർത്ഥ പദപ്രയോഗമില്ലാതെ ഫാമിലിയെ ഇത്രയും കണ്ട് ചിരിപ്പിച്ച ഒരു സിനിമ ഈ അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല. കാരണം എൻ്റെ കണ്ണ് നിറഞ്ഞു, ചിരിച്ചു. എന്താന്ന് പറയാ, എൻ്റെ അടുത്തിരിക്കുന്ന ഭാര്യയെ എനിക്ക് പലപ്പോഴും എൻ്റെ നെഞ്ചത്തേക്ക് ചായ്ക്കണം തോന്നി. അങ്ങനെയുള്ള പല ഫീലും തന്ന ഒരു ക്ലീൻ, എന്താ പറയാ, വാക്കുകളില്ല, അത്രയ്ക്ക് നന്നായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. വളരെ നല്ലൊരു ദിലീപേട്ടൻ്റെ പടം ഇത് കുറച്ച് നല്ലതായിട്ടുണ്ട്. ഫാമിലി എന്തായാലും കയറ്റി കൊടുക്കുക എന്നുള്ളത് കാര്യത്തിൽ ഉറപ്പാണ്. കാര്യം എനിക്കത് കണ്ടപ്പോൾ തന്നെ തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് ചിരിക്കാനുണ്ട്. നല്ല കോമഡികളായ സിദ്ദിഖിൻ്റെ ആയിരുന്നാലും, ബിന്ദു പണിക്കരായിരുന്നാലും, ദിലീപേട്ടനായിരുന്നാലും, അതിൽ അഭിനയിച്ച നായികരായിരുന്നാലും, അതിൽ അഭിനയിക്കാൻ വന്ന സഹനടിമാരായിരുന്നാലും എല്ലാവരും ഒന്നിനൊന്നിന് ബലമായിരുന്നു. ഞാൻ ഒരു വെട്ടിയിട്ട വാഴ പോലെയാണ്. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം കോമഡി ഉണ്ടായിരുന്നു. പക്ഷെ പണം നമുക്ക് നല്ല രീതിയിൽ ചിരിക്കാനുണ്ടായിരുന്നു. നല്ല ദിലീപേട്ടൻ്റെ ഒരു തിരിച്ചുവരവാണെന്ന് പറയാൻ പറ്റും. കാര്യം പടത്തിൽ നമുക്ക് ഇമോഷണൽ നല്ല രീതിയിൽ നമുക്കത് കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ദിലീപേട്ടൻ്റെ പടം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കാണുമ്പോൾ റൊമാൻസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അത് നല്ല രീതിയിൽ റൊമാൻസും കാര്യങ്ങളും നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. എനിക്ക് പടം എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഫാമിലിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. തിയേറ്ററിൽ നിറഞ്ഞ കൈയടിയും പിന്നെ അതുപോലെ തന്നെ ക്യാമറ റോൾ ചെയ്യാനായിട്ട് ഉർവശിയുടെ കുറച്ച് ക്യാമറ റോൾ ഉണ്ടായിരുന്നു. അത് വൻ ഗംഭീരമായിട്ടുള്ള ഒരു എന്താ പറയുക ഡയലോഗുകളും കാര്യങ്ങളൊക്കെ തിയേറ്ററിലിരിക്കുന്ന കാണുന്നത് നമുക്കൊക്കെ കൈയടിക്കേണ്ട ഓരോ ഡയലോഗുകളും കാര്യങ്ങളായിരുന്നു. ജനപ്രിയ നായകൻ നമ്മുടെ ജനനായകനാണെന്ന് പറയേണ്ടത്. ജനനായകൻ്റെ ഒരു തിരിച്ചു വരവാണത്. പടം നല്ല ഉഗ്രനായിരുന്നു. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഹാപ്പി ആയിട്ടുണ്ട്. കാര്യം എല്ലാവർക്കും കാണാൻ പോകുന്ന എല്ലാവരും ഹാപ്പി ആയിട്ടാണ് പോകണം. കാര്യം ചിരിക്കാനുണ്ട്, ഒരുപാട് ചിരിക്കാനുണ്ട്. ദിലീപേട്ടൻ്റെ പടം എന്ന് പറയുമ്പോൾ കോമഡിയാണ്. പിന്നെ ചില നെഗറ്റീവുകൾ പലതും പറയും. ഞാൻ നെഗറ്റീവ് പല സിനിമയ്ക്കും പറയാറുണ്ട്. പക്ഷേ നല്ലത് തന്നെ ഞാൻ പറയണം. പിന്നെ മറ്റുള്ള ഒരാളെ കണ്ട് നമ്മൾ കുറ്റം കണ്ട് നമ്മളത് ആരോപിച്ചിട്ട് കാര്യമില്ല. നമ്മളെ കണ്ണിൽ ഒരാൾ ഇപ്പം ഇയാളെ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇയാളെ ഞാൻ കുറ്റക്കാരെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളോട് കണ്ണുകൊണ്ട് കാണാൻ നമ്മൾ ആരെയും കുറ്റം പറയാൻ പാടില്ല. അതുകൊണ്ട് ആരും സിനിമ കാണാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സിനിമ കണ്ട് തന്നെ നമ്മളെ വിലയിരുത്താറുള്ളൂ. ഇത് ഫുള്ള് ട്രാക്കിലോട് തിരിച്ചു തന്നെ വന്നിട്ടുണ്ട്. അത്യാവശ്യം പഴയൊരു കഥ രീതി തന്നെ, പക്ഷെ നന്നായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. പടം കൊള്ളാം. കമ്പാക്ക് തന്നെയാണ്. അതായത് പുള്ളിക്ക് ഇപ്പോൾ അത്യാവശ്യം എല്ലാ പടങ്ങളും പഴയൊരു സ്ഥലമാണെങ്കിലും നന്നായിട്ട് ഇതുണ്ട്. അതായത് നമ്മൾ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ലൈഫ് അത് കുറേ പടത്തിലുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. കാരണം ഒരാളെ ലൈഫിൽ കയറി വേറൊരു നാട്ടുകാരെ അറിയിക്കേണ്ട സംഭവം നന്നായിട്ട് എടുത്തിട്ടുണ്ട്. പടം ഫാമിലിക്കുള്ള പടം. നല്ല വർക്കൗട്ടാണ്. ഒരു വളുപ്പില്ല, ഒരു സാധനമില്ല. എല്ലാവർക്കും വർക്കൗട്ടാണ് പടം. ഇട്ടാ കൊള്ളാം.